സീപ്ലെയിൻ മാട്ടുപ്പെട്ടി റിസർവോയറിൽ അല്പനിമിഷങ്ങൾക്കകം ലാൻഡ് ചെയ്യും. അതിനിടയിൽ വനം വകുപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. എന്തായാലും മാട്ടുപ്പെട്ടിയിൽ പരീക്ഷണ ലാൻഡിംഗ് നടത്തുന്നതിന് വനം വകുപ്പ് എതിർപ്പ് അറിയിച്ചിട്ടില്ല. അല്പനിമിഷങ്ങൾക്കകം മാട്ടുപ്പെട്ടി റിസർവോയറിൽ ഇറങ്ങുകയാണ്. ഏതാണ്ട് കഷ്ടിച്ച് അരമണിക്കൂർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കൊച്ചിയിലെ ബോൾഗാട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഉടൻ തന്നെ ഈ മാട്ടുപ്പെട്ടിയിലെ ജലാശയത്തിൽ റിസർവോയറിൽ ഇത് ലാൻഡ് ചെയ്യും. ആനത്താര ഉള്ളത് കൊണ്ടാണ് വനംവകുപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ആന വരുന്ന വഴിയാണ്, ആനയ്ക്ക് പ്രകോപനം ഉണ്ടാകും എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലെ റിസർവോയറിനടുത്ത് നമ്മുടെ പ്രതിനിധി ടോബി ജോൺസണുടെ. ടോബി, അല്പനിമിഷങ്ങൾക്കകം സീപ്ലെയിൻ, ആംബിബിയനായ സീപ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ഒരുപക്ഷേ പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭം മുഴുവൻ ആളുകളിലേക്കും ടൂറിസ്റ്റുകളിലേക്കും പകരാൻ ഈ സീപ്ലെയിൻ ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ. വിവരങ്ങൾ? തീർച്ചയായിട്ടും എല്ലാ ആവേശവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കാണുന്ന സ്ഥലത്താണ്, അതായത് ഈ ഡാമിന്റെ റിസർവോയറിലുള്ള ഈ പ്രദേശത്താണ് സീപ്ലെയിൻ ലാൻഡ് ചെയ്യുക. സീപ്ലെയിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയം മുമ്പ് ഇതിന് തൊട്ട് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ സീപ്ലെയിൻ ഈ ജലാശയത്തിലേക്ക് ലാൻഡ് ചെയ്യും. ഏകദേശം അരമണിക്കൂർ യാത്രയാണ് കൊച്ചിയിൽ നിന്ന് ഉണ്ടായത്. കൃത്യം ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 11 മണിയായിരിക്കുന്നു. 10:30 അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ആ സീപ്ലെയിൻ മാട്ടുപ്പെട്ടിയുടെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ റിസർവോയറിലേക്ക് വിമാനം ലാൻഡ് ചെയ്യുന്നത് കൂടി കാണാൻ സാധിക്കും. എന്തായാലും ഈ വാട്ടർ ഡോം അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ SKN കാണാം. ഈ റിസർവോയറിന് തൊട്ടു മുകളിലൂടെ നമ്മുടെ സീപ്ലെയിൻ പറന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ. ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, വിനോദസഞ്ചാര മേഖലയ്ക്ക് നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ, ഈ വിനോദസഞ്ചാര ചരിത്രത്തിൽ തന്നെ പുതിയൊരു ഏട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം ആവേശകരമായിട്ടുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് ഇവിടെ നൽകാൻ വേണ്ടി വിവിധ വകുപ്പുകൾ തയ്യാറായിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഒരു ടച്ച് ഡൗൺ അത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അതിനുവേണ്ടി ഈ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്കൊക്കെ വരേണ്ടവർക്ക് 4-5 മണിക്കൂറൊക്കെ സമയം റോഡിലൂടെ സഞ്ചരിക്കണമായിരുന്നു. പക്ഷേ ഇനി അത് വേണ്ട. അരമണിക്കൂർ കൊണ്ട് തന്നെ മൂന്നാറിന്റെ ഭംഗി, പശ്ചിമഘട്ടത്തിന്റെ ഭംഗി നേരിട്ട് കാണാൻ അവർക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നും ഇവിടേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്ക്, നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന്റെ ജലാശയങ്ങളുടെ കൂടുതൽ ജലാശയങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കെല്ലാം തന്നെ പറന്നിറങ്ങി വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കുതിപ്പ് നൽകാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഒരു പുതിയ ചുവടുവയ്പ് നടക്കുന്നു. ആ സീപ്ലെയിൻ ഒരു തവണ ഇപ്പോൾ ഈ ജലാശയത്തെ വട്ടമിട്ട് പറന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജലാശയത്തിലേക്ക്, ഈ റിസർവോയറിലേക്ക് ആ വിമാനം ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫസ്റ്റ് ഫ്ലൈറ്റ്, അതായത് ഈ ട്രയൽ റണ്ണ് സ്വീകരിക്കാൻ വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ, ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ആശങ്ക മാത്രമാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വനം വകുപ്പ് പറയുന്നത് ആനത്താരയാണ്, 2 സൈഡിലും ആനകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ചെറുതായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊരു ജോൺസണാണ് മാട്ടുപ്പെട്ടിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്. മാട്ടുപ്പെട്ടി റിസർവോയർ അല്പനിമിഷങ്ങൾക്കകം ഈ സീപ്ലെയിൻ ലാൻഡ് ചെയ്യുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് ഈ മലമടക്കുകളിൽ ഒരു കമ്പളം വിരിച്ച പോലെ കിടക്കുന്ന, പച്ചപ്പിന്റെ കമ്പളം വിരിച്ച പോലെ കിടക്കുന്ന ഈ ഹരിതാഭം മുഴുവൻ ടൂറിസ്റ്റുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന സീപ്ലെയിനാണ് അല്പനിമിഷങ്ങൾക്കകം മാട്ടുപ്പെട്ടി റിസർവോയറിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ വളരെ അപൂർവമായ ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ ടൂറിസം മാപ്പിൽ ഒരുപക്ഷെ ലോക ടൂറിസ്റ്റിലേക്ക് നമുക്ക് കടന്നു കയറാനുള്ള ഒരു കുറുക്ക് വഴി കൂടിയായിട്ടാണ് ഈ സീപ്ലെയിനെ കാണുന്നത്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന പ്ലെയിനാണിത്. 12 പേർക്ക് ഇരിക്കാൻ കഴിയും. ഇതിൻ്റെ വാതിലുകൾക്കുള്ള പ്രത്യേകത വലിപ്പമുള്ള വാതിലുകളാണ്. അതുകൊണ്ട് തന്നെ പുറം കാഴ്ചകൾ കൂടുതൽ കാണാൻ ഇതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കഴിയും. കഷ്ടിച്ച് അരമണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ ബോൾഗാട്ടിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനം മാട്ടുപ്പെട്ടിയിലെ റിസർവോയറിൽ ഇറങ്ങാൻ. ഒരുപക്ഷെ ആനത്താര ഉള്ള ഈ മാട്ടുപ്പെട്ടിയിൽ തീർച്ചയായിട്ടും ആനകൾക്കിത് പ്രകോപനമാക്കുമെന്ന സംശയം വനംവകുപ്പ് പറയുന്നുണ്ട്. അത് ശേഷിക്കെ അതിനൊന്നും അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ മാട്ടുപ്പെട്ടി ഡാമിലെ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ അരമണിക്കൂർ കൊണ്ട് ഹൈറേഞ്ചിലേക്ക്, 4 മണിക്കൂർ ദൈർഘ്യമുള്ള ഹൈറേഞ്ചിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വലിയ കാര്യമായിരിക്കും ടൂറിസ്റ്റുകൾക്ക്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു മൂന്നാർ മലമടക്കുകളുടെ സൗന്ദര്യം മുഴുവൻ, ആ ഹരിതാപം മുഴുവൻ ആസ്വദിക്കുവാനും
പച്ചക്കമ്പളം വിരിച്ചതുപോലെ കിടക്കുന്ന ഈ മലമടക്കുകളുടെ സൗന്ദര്യവും ലാവണ്യവും ഈ പാശ്ചാത്യ നാടുകളിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഒരുപക്ഷെ ഈ സീപ്ലെയിന് കഴിഞ്ഞേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഇത് പരീക്ഷണ പറക്കലാണ്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ 6 മാസങ്ങൾക്കകം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ജലാശയങ്ങളിലേക്ക് ഈ സീപ്ലെയിൻ പറന്നിറങ്ങും. വിദേശ സഞ്ചാരികളുമായി യാത്ര ചെയ്യുന്ന സീപ്ലെയിൻ നമ്മുടെ മനോഹരമായ പല പ്രദേശങ്ങളിലേക്കും ചന്ദ്രഗിരി, അതുപോലെ ബാണാസുര സാഗർ, കൊല്ലത്തെ അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ നിന്നുള്ള പല ജലാശയങ്ങളിലേക്കും പറന്നിറങ്ങും. 2 മീറ്റർ ആഴമുള്ള ഏത് സ്ഥലത്തും ഏത് ജലാശയത്തിലും ഒരുപക്ഷെ പറന്നിറങ്ങാൻ കഴിയുന്ന ഈ സീപ്ലെയിൻ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭാഗമാക്കി ഒരുപക്ഷെ ഈ മാട്ടുപ്പെട്ടി ഡാം ഡിസൈൻ ചെയ്ത ഒരാളും ഭാവിയിൽ ഇവിടെ ഒരു വിമാനത്താവളം ഉണ്ടാകുമെന്നും അതുപോലെ ഒരു ഡ്രോൺ വരുമെന്നും അതുപോലെ ഈ ഡാമിൽ ഒരു വിമാനം വന്നിറങ്ങുമെന്നും ആലോചിച്ചു പോലും കാണില്ല. ഒരുപക്ഷെ മേഘപാളികൾക്കിടയിൽ നമ്മുടെ ക്യാമറ തിരികിരുന്നെങ്കിൽ ഇതിൻ്റെ അപൂർവമായ മറ്റു ചില കാഴ്ചകൾ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാമായിരുന്നു. ഇത് പറന്നിറങ്ങുന്ന ദൃശ്യം ഒരുപക്ഷെ ഈ ലാൻഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസം മാപ്പിലേക്കുള്ള ലാൻഡിംഗ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. ഈ ജലാശയത്തിലെ ഓളങ്ങൾ ഇളകുമ്പോൾ ആ ഇളക്കം ടൂറിസ്റ്റുകളുടെ മനസ്സിലാകാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ഇത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട്. അഷ്ടമുടി കായലിലൊക്കെ തന്നെ ബോട്ടുകൾ നിരത്തി ഇതിൻ്റെ ലാൻഡിങ്ങിനെ എതിർത്ത അതേ ആളുകൾ തന്നെ ഇപ്പോൾ ഇതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് എതിർത്ത ആൾക്കാർ തന്നെ ഇത് നല്ല പദ്ധതിയാണെന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്, ഉമ്മൻചാണ്ടിയായിരുന്നു ശരി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണെന്ന് കോൺഗ്രസ് പ്രചാരണങ്ങൾ. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസനത്തിൽ ഉമ്മൻചാണ്ടിയുടെ പ്രാധാന്യം ആർക്കും കുറച്ച് കാണാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സ്വപ്ന പദ്ധതികൾക്ക് വേഗം കൽപ്പിക്കുന്നതിനും അതിന് അനുവാദം നൽകുന്നതിനുമൊക്കെ തന്നെ ഉമ്മൻചാണ്ടി വളരെ വളരെ മുന്നിലായിരുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ സൽപ്പേരിന് എന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ നമുക്കിനി അതിനെക്കുറിച്ചും തർക്കിച്ചിട്ട് കാര്യമില്ല. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിറമല്ല നമുക്ക് വേണ്ടത്, മുന്നോട്ടുള്ള വളർച്ചയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണം, നമുക്ക് വരുമാനം വേണം. വിദേശ നാടുകളിലുള്ള ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, നമ്മുടെ പച്ചപ്പിൻ്റെ ആകർഷണം കൊണ്ട് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മലമടക്കുകളുടെ സൗന്ദര്യം ആവാഹിച്ച് അവർക്ക് നൽകുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് റോഡ് ഗതാഗതത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഈ സീപ്ലെയിൻ പോലെയുള്ള മാർഗ്ഗങ്ങളിലൂടെ ഇവരെ ഹൈറേഞ്ചിൻ്റെ മേഖലയിലൊക്കെ എത്തിക്കാൻ കഴിഞ്ഞാൽ വിദേശ നാടുകളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് ചെറുകേറി ബോൾഗാട്ടിൽ നിന്ന് പറന്നുയർന്ന അരമണിക്കൂർ കൊണ്ട് മാട്ടുപ്പെട്ടിയിലെ റിസർവോയറിൽ വന്നിറങ്ങിയത്. വളരെ പണ്ടേ തന്നെ മാട്ടുപ്പെട്ടി ലോക പ്രശസ്തമാണ്. ഇൻഡോസിസ് പ്രോജക്റ്റ് അവിടെ ഉണ്ട്. നമ്മുടെ ഒരുപക്ഷെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളക്കാർ അവിടെ ഒരു ട്രെയിൻ ഗതാഗതം നടത്തിയിരുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ ടോപ്പ് സ്റ്റേഷനിലൊക്കെ ട്രെയിൻ ഉണ്ടായിരുന്നു. തേയിലകൾ വിദേശ നാടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ട്രെയിൻ ഗതാഗതമെങ്കിൽ ടൂറിസത്തിൻ്റെ സാധ്യതയാണ് ഈ സീപ്ലെയിൻ ആരായുന്നത്. ഒരുപക്ഷെ നമ്മുടെ പുതിയ കാലത്തിൻ്റെ പരീക്ഷണ പറക്കലാണ് ഇന്ന് നടന്നത്. വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളിലൂടെ ടൂറിസം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ലേശം അലോസരമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് വരും കാലത്തുണ്ടാകുന്ന വരുമാന വ്യതിയാനവും വ്യത്യാസവും കണക്കിലെടുത്തേ മതിയാകൂ. ഈ പറക്കൽ ഒരുപക്ഷെ ഈ പച്ചപ്പ് മുഴുവൻ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ പറക്കൽ, ഇതിൽ സഞ്ചരിക്കാൻ കഴിയുന്നതിന് വലിയൊരു കാര്യമാണ്. ഇത് ബോൾഗാട്ടിയിൽ ആദ്യം ഒരു പരീക്ഷണ പറക്കൽ നടത്തിയപ്പോൾ മന്ത്രിമാരായ ശിവൻകുട്ടിയും പി രാജീവും അതുപോലെ പി എ മുഹമ്മദ് റിയാസും ഇതിലുണ്ടായിരുന്നു. അവരെ ഒരു റൗണ്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം അവരെ ലാൻഡ് ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് മാട്ടുപ്പെട്ടിയിലെ റിസർവോയിൽ ഇറങ്ങിയത്. ടോബി ജോൺസൺ വീണ്ടും ചേരുകയാണ് നമുക്കിപ്പം. ടോബി, അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ എയറോട്രോം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വാട്ടർ ഡ്രോമാണ് അവിടെ ഉള്ളത്. ആ ഡ്രോമിലേക്ക് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞോ? വിവരങ്ങൾ. തീർച്ചയായിട്ടും വാട്ടർ ഡ്രോമിലേക്ക് നമ്മുടെ ചരിത്ര നിമിഷം കുറിച്ചുകൊണ്ട് ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ സ്വീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും വലിയൊരു ചരിത്രം അതിന് സാക്ഷിയാകാൻ, അതിന് നേരിട്ട് ആ കാഴ്ചകൾ കാണാൻ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. കൃത്യം 11 മണിക്ക്, അതായത് 10:30യോടുകൂടി കൊച്ചിയിൽ നിന്നും പറന്നുയർന്ന ആ സീപ്ലെയിൻ അത് കൃത്യം അരമണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞ ടൈമിൽ കൃത്യമായി ഈ മാട്ടുപ്പെട്ടിയുടെ ജലാശയത്തിലേക്ക്, റിസർവോയറിലേക്ക് പറന്നിറങ്ങുന്ന അതിമനോഹരമായ ചരിത്ര നിമിഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ ആ വാട്ടർ ഡ്രോമിലേക്ക് ആ സീപ്ലെയിൻ അടുത്തിരിക്കുന്നു. അതിനുള്ളിലുണ്ടായിരുന്ന ആ യാത്രക്കാർ, അതിനുണ്ടായിരുന്ന ആ സ്റ്റാഫ് വാട്ടർ ഡ്രോമിലേക്ക് സീപ്ലെയിൻ കണക്ട് ചെയ്യുകയാണ്. എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ, വിനോദസഞ്ചാരികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ വേണ്ടി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ എസ് കെ പറഞ്ഞതുപോലെ വിദേശ
പല സംസ്ഥാനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള സീപ്ലെയിനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എടുത്തു നോക്കുകയാണെങ്കിൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയ സ്ഥാനമുള്ള, ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള കേരളത്തിൽ ഒരു സീപ്ലെയിൻ എന്ന് വരുമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. 2024 അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി തുടർന്ന് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്നുള്ളതെല്ലാം നമുക്ക് കാണണം. എന്തായാലും ഒരു ചരിത്ര നിമിഷത്തിന് തന്നെ സാക്ഷിയായിരിക്കുന്നു. നിരവധി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കൃത്യം അരമണിക്കൂർ, നേരത്തെ പറഞ്ഞതുപോലെ 4 മണിക്കൂറിലധികം കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്കൊക്കെ വിനോദസഞ്ചാരികൾക്ക് വേണമെങ്കിൽ റോഡ് മാർഗം വരുന്നവർക്ക് 5 മണിക്കൂറിലധികമൊക്കെ സഞ്ചരിക്കണമായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അരമണിക്കൂർ കൊണ്ട് കൊച്ചിയിലെ കാഴ്ചകൾ കണ്ട് അവർക്ക് മൂന്നാറിലെ കാഴ്ചകൾ കാണാൻ എത്താൻ സാധിക്കും. മനോഹരമായ ദൃശ്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഈ പശ്ചിമഘട്ട മലനിരകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും മനോഹാരിത എന്ന് പറയുന്നത് ആകാശ ദൃശ്യങ്ങൾ തന്നെയാണ്. ആകാശ ദൃശ്യങ്ങൾ പലർക്കും സാധിക്കാറില്ല. പക്ഷേ ഇതിലൂടെ അത് സാധിക്കും. ഈ പ്ലെയിന്റെ ഒരു പ്രത്യേകത തന്നെ വിശാലമായി കാണാൻ സാധിക്കും. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സീപ്ലെയിൻ മാട്ടുപ്പെട്ടി റിസർവോയറിൽ പറന്നിറങ്ങി. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭം മുഴുവൻ ഒരുപക്ഷെ ഭാവിയിൽ വിനോദസഞ്ചാരികൾ ആസ്വദിക്കാൻ ഇതൊരു കാരണമായിരിക്കും. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പരീക്ഷണ പറക്കലാണ് വിജയകരമായിട്ട് ഇന്ന് മാട്ടുപ്പെട്ടി റിസർവോയറിലിറങ്ങി നമ്മുടെ പരീക്ഷണം വിജയമാക്കുന്നത്. കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ നിന്നാണ് ഈ വിമാനം പറന്നു പൊങ്ങിയത്. അപ്പോൾ അവിടെ മന്ത്രിമാരൊക്കെ പരീക്ഷണ പറക്കലിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു. എന്തായാലും നമ്മൾ മൂന്നാറിലേക്കൊക്കെ പ്രവേശിച്ചുള്ള അടിമാലി കഴിയുമ്പോൾ അടിമാലി കയറ്റം കഴിയുമ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് വേറെ ലോകത്തെത്തിയ ഒരു പ്രതീതിയാണ്. നമുക്ക് അവിടെ ഒരു ബോർഡ് കാണാം, യു ആർ എൻ്ററിങ് ടു ടാറ്റാസ് കൺട്രി എന്ന് പറയുന്നത്. കണ്ണൻ ദേവൻ മലനിരകളിൽ കാണാനായിട്ട് ഇറങ്ങുന്ന ഒരു സഞ്ചാരിക്ക് വേറൊരു ലോകത്തെത്തിയതുപോലെയാണ്. നിങ്ങൾക്കറിയുന്ന ലോക്കോട് പോലെയുള്ള എസ്റ്റേറ്റുകളിൽ -4 ഡിഗ്രി തണുപ്പ് പോലും അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ മൂന്നാറിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രദേശം, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ നാടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ചൂടൊന്നും അത്ര കൊണ്ട് താങ്ങാൻ പറ്റില്ല. അവർക്ക് നല്ല തണുപ്പ് വേണം. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഈ പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കുക മാത്രമല്ല അവിടുത്തെ ആവാസ വ്യവസ്ഥയൊക്കെ കൂടുതൽ കാണാനുമൊക്കെ ഇത് പ്രയോജനപ്പെടും. ആവാസ വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, നമ്മുടെ ആളുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ, ആനത്താരയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ വേണം ഈ പദ്ധതി നടപ്പിലാക്കാൻ. മാത്രമല്ല ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്ന ടൂറിസമാണെങ്കിൽ പോലും രണ്ടാമത്തെ കാര്യം ആവൽഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് ആളുകളെ ആശുപത്രികളിലും മറ്റും എത്തിക്കാൻ ഉപകാരപ്പെടുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് എയർപോർട്ടുകളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ 2 മീറ്റർ ആഴത്തിലുള്ള ജലാശയങ്ങളിലേക്ക് ഈ സീപ്ലെയിന് ആംബിബിയൻ, കരയ്ക്കും വെള്ളത്തിലും ഓടാൻ കഴിയുന്ന ഈ ആംബിബിയൻ സീപ്ലെയിനുകൾക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൻ്റെ ജനാലകളൊക്കെ തന്നെ വലിപ്പത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് പുറം കാഴ്ചകൾ കൂടുതൽ കാണാൻ വേണ്ടി തന്നെയാണ്. മന്ത്രിമാരൊക്കെ ഒന്ന് അത്യാവശ്യം ആസ്വദിച്ചു. മന്ത്രി പി രാജീവ് ഫോട്ടോ എടുത്ത് പഠിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കാണുമല്ലോ. പുറം കാഴ്ചയുടെ സൗന്ദര്യം അദ്ദേഹത്തിന് കാണാനുള്ള അവസരമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലമല്ലേ. അപ്പോൾ ബോൾഗാട്ടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഈ സീപ്ലെയിൻ ഒരുപക്ഷെ നമ്മുടെ സ്വപ്ന ആകാശത്താണ് പറന്നിറങ്ങുന്നത്. ഈ പരീക്ഷണ പറക്കൽ വിജയമായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കൊപ്പം ടോബി ജോൺസൺ വീണ്ടും ചേരുന്നു. ടോബി, ഇനി എന്താണ് പരിപാടി? ഇനി ഒരു 15 മിനിറ്റാണ് ഇവിടെ ഈ സീപ്ലെയിൻ ഉണ്ടാകുക. ആ സമയത്ത് ഒരു വലിയ സ്വീകരണം ജനപ്രതിനിധികളും നാട്ടുകാരും അതുപോലെ തന്നെ KCBയും ടൂറിസം വകുപ്പും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വലിയ സ്വീകരണം. ഈ ഫ്ലൈറ്റിൽ വന്ന ആളുകൾ മനുജി എയർപോർട്ട് ഡയറക്ടറാണ് സിയാലിന്റെ, അതുപോലെ തന്നെ അശ്വതി IAS ഡെവലപ്മെന്റ് കമ്മീഷണറാണ്, വിഷ്ണുരാജ് IAS അഡീഷണൽ ടൂറിസം വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടറാണ്, അതുപോലെ തന്നെ 2 കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് 2 മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ CEO വാട്ടർ മെട്രോയുടെ CEO ശ്യാമുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പേരുകളിലുള്ളവരെല്ലാമാണ് ഈ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഇവിടെ എത്തി. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ക്രൂ ഉണ്ട്, പൈലറ്റ് ഉണ്ട്. അവർക്കെല്ലാം മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 15 മിനിറ്റോളം ഇവിടെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് വീണ്ടും കൊച്ചിയിലേക്ക് ഈ സീപ്ലെയിൻ പോകും. വിവരങ്ങൾ നൽകിയത് ക്യാമറമാൻ അരുൺ നീണ്ടൂറാണ്. മനോഹരമായ ഈ ദൃശ്യങ്ങൾ 24 പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചത്. ഒരുപക്ഷെ ഈ സീപ്ലെയിൻ ആകാശത്തിൻ്റെ ചെരുവിൽ പ്രത്യക്ഷപ്പെടുന്നൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ അരുൺ നീണ്ടൂർ ഒപ്പിയെടുത്തു. താങ്ക് യു അരുൺ നീണ്ടൂർ, ആൻഡ് താങ്ക് യു ടോബി ജോൺസൺ. അതുപോലെ കൊച്ചിയിൽ നിതിൻ അംബുജൻ ബോൾഗാട്ടിയിലുണ്ടായി.